അതെന്താണ് ഈ ഏജിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത്രമാത്രം സൊസൈറ്റി പ്രഷർ ഉണ്ടാവുന്നത്? സ്ത്രീ വളരെ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് ആവും എന്നുള്ളതാണ്. ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. പിന്നെ മഞ്ജു വാര്യർ. ഇവർ രണ്ടുപേർക്കും ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നുണ്ട്. ജിം, മമ്മൂക്കയല്ല, weight training. മമ്മൂക്ക ഇസ് വൺ എമംഗ് ദം എന്നേ ഉള്ളൂ. മമ്മൂക്കേനെയും കാട്ടിയും വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരുപാട് പേരുണ്ട്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, ഈ ലോകത്ത് ഏറ്റവും ചെലവില്ലാത്തതും ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5 സപ്ലിമെന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് വെച്ചാൽ റെസ്വെറാറ്റോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ഗ്ലൂട്ടാത്തയോൺ ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്ത് കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും എന്നൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളത്. എല്ലാവരും ഇത് വെളുക്കാനുള്ള ഒരു മാർഗമായിട്ട്, പ്യോർലി വെളുക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇനിയിപ്പോ എല്ലാരും പറയും ഡോക്ടർ ഗ്ലൂട്ടാത്തയോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാല് ഈ പൊട്ടാറ്റോ പോലെയുള്ള നമ്മുടെ മുഖം മെലിയോ, നാക്കൊക്കെ വെളിയിലിട്ടാക്കിയിട്ട് എന്തൊക്കെയോ ഒരു ഗോഷ്ടി കളിക്കുന്ന ഒരു ഏർപ്പാടാണ് മ്യൂയിങ്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് മ്യൂയിങ് ചെയ്യുന്ന പിള്ളേരുണ്ട്. പക്ഷേ ഈ മ്യൂയിങ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഓവർ എ പീരീഡ് അവർക്ക് ഭയങ്കരമായിട്ട് ജോ ഇഷ്യൂസ് വരുന്നുണ്ട്, ജോ പെയിൻ വരുന്നുണ്ട്, TMJ പെയിൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. സി ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി എന്താണ് സത്യത്തിൽ സംഭവിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ഫാറ്റ് ലോസ്, മെയിൻലി മസിൽ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. നമസ്കാരം. ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. 50 വയസ്സിൽ ആളുകളുടെ മുഖത്തും ശരീരത്തിലും വരേണ്ട ചുളിവുകൾ 40 വയസ്സാകുമ്പോൾ ശരീരത്തിൽ കാണുന്നുണ്ട് എന്നാണ് ആളുകൾക്കിപ്പോൾ ഉള്ള ഏറ്റവും വലിയ പരാതി. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്ര പെട്ടെന്ന് ഏജിങ് സംഭവിക്കുന്നത്? ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? എന്താണ് കൊളാജിൻ? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ കൂടിയുള്ളത് മാക്സിലോ ഫേഷ്യൽ സർജൻ ഡോക്ടർ വരുൺ നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സൂര്യ. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്. ആണുങ്ങൾക്ക് ഏജിങ് സംഭവിച്ച ഒരു കുഴപ്പമില്ല, ആണുങ്ങൾക്ക് വയസ്സായ യാതൊരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ അച്ഛൻ്റെ തലയിൽ ഒരു നരച്ച മുടി വന്നു കഴിഞ്ഞാൽ ആണുങ്ങളല്ലേ, അച്ഛനല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അമ്മക്കൊരു നരച്ച മുടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. സ്ത്രീകൾ അവരുടെ ശരീരം ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വയസ്സാവുന്നതെന്നൊക്കെ. അതെന്താണ് ഈ ഏജിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇത്രമാത്രം സൊസൈറ്റി പ്രഷർ ഉണ്ടാവുന്നത്? സൊസൈറ്റിയൽ പ്രഷർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സൗന്ദര്യം എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്ത്രീ എന്നും ഭംഗിയായിരിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും എല്ലാം. അപ്പോൾ സ്ത്രീകളുടെ ഏജിങ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആരാണെന്ന് കൂട്ടിക്കോട്ടെ, അവർ നല്ല ഭംഗിയായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ പറയുന്നത്. നരച്ചു വന്നല്ലോ, പ്രായം തോന്നിക്കുന്നല്ലോ, കാഴ്ചയ്ക്ക് എന്താണ്, വളരെ ക്ഷീണിതയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. സോ സ്ത്രീ എന്നും ഭംഗിയായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. സോ അതിനെന്താ വേണ്ടത് എന്നുള്ളത് അവർ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഏജ് കമ്പാരിസൺ അല്ലെങ്കിൽ ഏജിങ് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീ വളരെ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് ആവും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ ഫാസ്റ്റ് ആയിട്ട് ഏജിങ് ആവുമ്പോഴത്തേക്കും ഒരു സ്ത്രീയും പുരുഷനും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും പുരുഷൻ ഒരു 10% എഫേർട്ടാണ് അവൻ്റെ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ പ്രായം കുറയ്ക്കാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ ഒരു 100% എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ സ്ത്രീകൾ, ഞാൻ എപ്പോഴും പറയും, പാവം സ്ത്രീകൾക്കാണ് എല്ലാ പ്രശ്നങ്ങളും വരിക എന്നുള്ളത്. അതായത് ഹോർമോണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, ഏജിങ് ആയിക്കോട്ടെ, ഈ പാവം സ്ത്രീകൾക്കാണ് എല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോ അതായത് പുരുഷൻ എടുക്കുന്നതിൻ്റെ ഒരു 100% ഒരു മാക്സിമം എഫേർട്ട് സ്ത്രീ എടുത്തിരിക്കണം. സോ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു മാനസികമായിട്ടും അവരെ എന്താ പറയുക, ഒരു ബോഡി ഷെയ്മിങ് അതൊന്നും പാടില്ല, അതൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല. ഒരു മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്ത്രീകൾക്ക്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളും വളരെ ആ ഏജിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. പിന്നെ മഞ്ജു വാര്യർ. ഇവർ രണ്ടുപേർക്കും ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു കാലം പഴകും തോറും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്ന പോലെ മമ്മൂക്കയും ഇപ്പുറത്തെ സൈഡ് മഞ്ജു വാര്യരും ഇത്രയും സുന്ദരന്മാരും സുന്ദരിയായിട്ട് നിൽക്കുന്നത്? ബേസിക്കലി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്.
ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ദിനചര്യ, നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉം. അതിലൊരു ബേസിക്കലി നമ്മളുടെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് എക്സസൈസ്. ഉം. നിർബന്ധമായിട്ടും ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ഉം. ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. ഉം. എക്സസൈസ് ഇൻ ദ സെൻസ് എന്താണ്? വെയിറ്റ് ട്രെയിനിങ് ആണ്. അതായത് ഓക്കെ. നിങ്ങളുടെ മസിലിനെ ടോൺ ചെയ്യണം എന്നുള്ളതാണ്. ഉം. ലോകം മൊത്തം ആ ഒരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. അതായത് അതെ. നമ്മളുടെ മസിൽസിന് എത്രത്തോളം വോളിയം ഉണ്ട്, ഉം. അതായത് ഇപ്പം പുരുഷനായാൽ ഉം. പുരുഷൻ്റെ മസിൽസ് വളരും, ഉം. സ്ത്രീകളായാൽ ആ വോളിയം നന്നാവും, ഉം. മെയിൻറ്റെയിൻഡ് ഉം. ആവും എന്നുള്ളതാണ്. ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴെന്താണ് ഉം. നിങ്ങളുടെ ചുറ്റുമുള്ള മാംസവും അതുപോലെ സ്കിന്നും അവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ്. ഉം. സോ ഇഫ് യു ആസ്ക് മീ, ഉം. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉം. പറയും ഈ ലോകത്ത് ഏറ്റവും ചെലവില്ലാത്തതും ഉം. ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. സോ ബേസിക്കലി എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷെ ഘടകം. ഈ അതെല്ലാവർക്കും മടിയാ. മടിയാണ്. ഈ ഉം. രണ്ടു പേരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഉം. എക്സസൈസ് ഇസ് എ മസ്റ്റ് വൺ. ഉം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ. ഈ ഉം. ലൈഫ് സ്റ്റൈൽ അതായത് അവരുടെ ഭക്ഷണ ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റ്സ് ഉം. എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളതാണ്. ഉം. പിന്നെ മൂന്നാമത് നിർബന്ധമായിട്ടും സപ്ലിമെൻറ്റ്സ്. ഓക്കെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ സാധനവും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടണം എന്നില്ല. ഉം. സോ അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എത്രത്തോളം ഉം. കൊടുക്കുന്നു അത്രത്തോളം നമ്മളുടെ പ്രായത്തിന് നമുക്കൊരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താനാവും എന്നുള്ളതാണ്. ഓ, സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5 സപ്ലിമെന്റ്സ്, വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഹെൽത്തിന്, ഉം. മെന്റൽ ഹെൽത്തിന്, ഫിസിക്കൽ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള 5 സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ്? ബേസിക്കലി നമ്മളുടെ ഏജിങ്ങിനെ ഉം. പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു സപ്ലിമെൻറ്റ് എന്ന് ഉം. പറയുന്നത് കൊലാജൻ സപ്ലിമെൻ്റ് ആണ്. ഓക്കെ. കൊലാജൻ പൗഡേഴ്സ്. ഉം. കൊലാജൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരീരത്തിലെ ഈ ഉം. നമ്മൾ കാണുന്ന നമ്മുടെ ഉം. സ്കിൻ ആവട്ടെ, നമ്മുടെ മുഖമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉം. ഏത് പാർട്ടായിക്കോട്ടെ, ഉം. അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഉം. ഒരു ചെറുപ്പം നിലനിർത്താൻ വേണ്ടി ആവശ്യമുള്ള സാധനം എന്ന് ഉം. പറഞ്ഞാൽ കൊലാജൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ. സോ ഈ കൊലാജൻ മെറ്റീരിയൽ ഓവർ എ പീരീഡ് നമുക്ക് പ്രായമാകുമ്പോൾ ഉം. നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊലാജൻ്റെ ലെവൽ വളരെയധികം കുറയുന്നു. ഉം. സോ ഈ കൊലാജൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കൊലാജൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാം. സോ ഓക്കെ. കൊലാജൻ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ഉം. നോർമലി മെറൈൻ കൊലാജൻ എന്ന് പറഞ്ഞിട്ട് ഉം. മെറ്റീരിയലാണ്. അതായത് നോർമലി അത് മെറൈൻ സോഴ്സ്, അതായത് ഉം. കടലിൽ നിന്നുള്ള സോഴ്സിൽ നിന്ന് വരുന്നതാണ് ഈ കൊലാജൻ. ഓക്കെ. സോ ഈ കൊലാജൻ പൗഡറിനെ ഉം. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പൗഡർ രൂപത്തിലുണ്ട്, ഉം. ടാബ്ലറ്റ് ഉം. രൂപത്തിലുണ്ട്, കൂടുതലും പൗഡർ രൂപത്തിലാണ്. ഓക്കെ. സോ കൊലാജൻ പൗഡേഴ്സ് എന്ത് ഉം. ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇടനേരത്ത് ഈ ലൈക്ക് ഒരു 11 o'clock ഉം. അല്ലെങ്കിൽ ഒരു ഈവനിങ് 5 o'clock ഒരു ഉം. സ്കൂപ്പ് കൊലാജൻ പൗഡർ നിങ്ങൾ കലക്കി ഉം. കുടിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ വളരെയധികം ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സോ വൺ ഈസ് കൊലാജൻ. ഉം. സെക്കൻഡ് തിങ് നമ്മളുടെ മെൻറ്റൽ ഹെൽത്ത്, ഉം. നമ്മളുടെ ബ്രെയിൻ ഹെൽത്ത്, ഉം. നമ്മളുടെ ഹൃദയാരോഗ്യം, ഉം. ഹെയർ, നെയിൽസ്, ഉം. സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒമേഗ 3 ഫിഷ് ഓയിൽ അല്ലെങ്കിൽ മീൻ ഗുളിക. മീൻ ഗുളിക. പണ്ട് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉം. ഇപ്പം വീണ്ടും ജനങ്ങൾ അത് അതെ. വളരെയധികം ബോധേഡ് ആയിട്ട് കഴിക്കാൻ തുടങ്ങിയ ഒരു സാധനം. ഉം. സോ ഒമേഗ 3 ഫിഷ് ഓയിൽ, ഉം. അതായത് മീൻ ഗുളിക വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ. മൂന്നാമതൊരു ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാധനം എന്ന് വെച്ചാൽ റെസ്വെറാറ്റോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉം. സോ റെസ്വെറാറ്റോൾ എന്ന് പറയുന്നത് ബെറീസിൽ നിന്ന് കിട്ടുന്ന ഉം. ഒരു തരം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ഉം. റെസ്വെറാറ്റോൾ. ഉം. സോ റെസ്വെറാറ്റോൾ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. ഉം. നാലാമത് നിർബന്ധമായിട്ടും ഇപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഉം. എല്ലാവർക്കും വൈറ്റമിൻ D3യുടെ ലെവൽ വളരെ കുറവാണ്. അതെ. വൈറ്റമിൻ D3. ഉം. സോ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉം. ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഉം. ഒരുപാട് ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളുടെ ഒരു ഉം. ബേസ് ലൈൻ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ D3 അല്ലെങ്കിൽ കാൽഷ്യമാണ്. ഉം. സോ വൈറ്റമിൻ D3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഉം. പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഇൻ ദ സെൻസ് ഒരു വൈറ്റനിങ് ഏജന്റ് എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും ഗ്ലൂട്ടാത്തയോണെ കാണരുത്. ഓക്കെ. സോ ഓക്കെ. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഉം. ഗ്ലൂട്ടാത്തയോൺ ഒരു മിനിമൽ ക്വാണ്ടിറ്റി, അതായത് ഉം. നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മിനിമൽ ക്വാണ്ടിറ്റി ഒരു 500 milligram ടു ദ മാക്സ് 1000 milligram ഉം. നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഉം. അതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാരണം വളരെയധികം നമ്മുടെ സ്കിന്നിനും നമ്മളുടെ ടെക്സ്ചർ, നമ്മളുടെ ഉം. ഓവറോൾ വെൽബീയിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് എന്താ ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാവരും ഇത് വെളുക്കാനുള്ള ഒരു മാർഗമായിട്ട്, അതെ. പ്യുവർലി വെളുക്കാനുള്ള ഒരു ഉം. മാർഗം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇനിയിപ്പോ എല്ലാരും പറയും ഡോക്ടർ ഗ്ലൂട്ടാത്തയോണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ല, എന്ന് ഞാൻ പറയും. ഒരിക്കലും ഗ്ലൂട്ടാത്തയോണെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഗ്ലൂട്ടാത്തയോനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. പക്ഷേ ഗ്ലൂട്ടാത്തയോൺ ഇസ് എ സൂപ്പർ ആൻറ്റി ഓക്സിഡൻറ്റ്. ഉം. നമ്മളെ ശരീരത്തിൽ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഗ്ലൂട്ടാത്തയോൺ അപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണോ എടുക്കേണ്ടത്, മെഡിസിൻ ആയിട്ടാണോ അങ്ങനെയല്ല. എടുക്കേണ്ടത്? ഇഞ്ചക്ഷൻ IV ഈസ് ഗുഡ്. പക്ഷേ ഉം. IV എന്ന് പറയുന്നത്
എല്ലാവരും ഈ IV അതായത് ഡ്രിപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത് വെച്ചാൽ അവർക്കൊരു പേർപ്പസ് ഉണ്ട്. ഞാൻ വെളുക്കണം എന്നല്ല. ഞാൻ ഒരിക്കലും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കരമായിട്ട് വെളുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകരുത്. IV എടുക്കുന്നുണ്ടോ, ശരീരത്തിലെ ഒരു ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലൊന്ന് ഡീടോക്സിഫൈ ചെയ്യണം, നമുക്കൊരു നല്ലൊരു ആൻറ്റി ഓക്സിഡന്റ് വേണം, എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു 10 എണ്ണം എടുക്കണം, 15 എണ്ണം എടുത്താലേ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ ഞാൻ ശുദ്ധമായിട്ട് എതിർക്കുന്നതാണ്. കാരണം അങ്ങനെയല്ല ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. നമ്മുടെ ശരീരത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യാം. സോ ഓറലി വേണം, നിർബന്ധമായിട്ട് ഓറലി കഴിക്കുക. വൺസ് ഇൻ എ വൈൽ നമ്മൾക്കൊരു ബൂസ്റ്റർ എന്നുള്ള നിലയിൽ IV എടുത്തോളൂ, വളരെ നല്ലതാണ്. അല്ലാണ്ട് വൈറ്റനിങ് ആയിട്ട് ഇതിന് കരുതരുത്. ഈ ഗ്ലൂട്ടാത്തയോൺ അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഈ ആന്റി ഏജിങ് വെക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൺ എടുക്കണം എന്നാണോ പറയുന്നത്? ആൻറ്റി ഏജിങ്ങിനല്ല. സി, ഗ്ലൂട്ടാത്തയോൺ ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. അതായത് ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്താൽ കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും എന്നൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളത്. സോ ഗ്ലൂട്ടാത്തയോൺ ഒരു മിനിമൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു മിനിമൽ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു 500 milligram ഡെയിലി, അല്ലെങ്കിൽ ഞാൻ പറയില്ല ടു ദ മാക്സ് 1000 milligram ഡെയിലി എന്നുള്ള രീതിയിൽ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അത് ഓവർ ഡോസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഓവർ ഡോസ് ആണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടുതൽ വരുന്നത്. ഇൻ ബിറ്റ്വീൻ ഗ്ലൂട്ടാത്തയോണിന് നമുക്കൊരു ബ്രേക്ക് കൊടുക്കണം. ലോങ് ടേം യൂസ് ചെയ്യേണ്ട, എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരേ സാധനം സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത്. യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്. ഗ്ലൂട്ടാ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളൊരു 3-4 മാസം യൂസ് ചെയ്യുന്നു, ടേക്ക് എ ബ്രേക്ക് ഫോർ 1 or 2 months, ദെൻ അഗെയിൻ യു സ്റ്റാർട്ട്. അത് മാത്രമല്ല, സ്ഥിരമായി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓൺ എ മിനിമൽ ഡോസ്. നമ്മളുടെ ശരീരത്തിൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. അതായത് എന്നും വെള്ളം ഒഴിക്കുക. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ നമ്മൾ നിർത്തുന്നില്ലല്ലോ, എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഫേസിൻ്റെ ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അന്നൊരു പ്രൊസീജിയറിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു പ്രൊസീജിയർ ഫേസ് യോഗയാണ്. കണ്ടിട്ടുണ്ടോ? ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊട്ടാറ്റോ പോലെയുള്ള നമ്മുടെ മുഖം മെലിയോ? ഇതിനൊരു സയൻറ്റിഫിക് എങ്ങനെയാണ്? സയൻറ്റിഫിക് ഇൻ ദ സെൻസ്, ഫേസ് യോഗ വളരെ എഫക്റ്റീവാണ് എന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേഷ്യൻസ് എനിക്ക് പറഞ്ഞിട്ടുള്ള അറിവാണ്. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. സോ ബേസിക്കലി ഇറ്റ്സ് ടോണിങ് യുവർ മസിൽ. നമ്മുടെ മസിലിനെ ടോൺ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പം ശരീരത്തിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിൽ എക്സസൈസ് ചെയ്യുന്നു, അതേപോലത്തെ ഒരു എക്സസൈസിങ് മെത്തേഡാണ് ഫേസ് യോഗ എന്ന് പറയുന്നത്. സോ ഫേസ് യോഗ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസിനെ ആക്ച്വലി ടോൺ ചെയ്യുകയാണ്. സോ മസിൽസിനെ ടോൺ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ചുറ്റുമുള്ള എന്താവുന്നു, ഫാറ്റിനൊരു ചെറിയ ബേണിംഗ് സംഭവിക്കുന്നു. ആ ഫാറ്റ് ബേണിംഗ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ആ ഒരു ചിസിൽഡ് ലുക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ഇൻ എ വേ ഫേസ് യോഗ ഇസ് ഗുഡ് ഇനഫ്. മോശമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചില കുട്ടികൾ, പിള്ളേര് ജോ ലൈൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മ്യൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതൊരു ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അതായത് ഒരു നാക്കൊക്കെ വെളിയിലിട്ടാക്കിയിട്ട് എന്തൊക്കെയോ ഒരു ഗോഷ്ടി കളിക്കുന്ന ഒരു ഏർപ്പാടാണ് മ്യൂയിങ്. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് മ്യൂയിങ് ചെയ്യുന്ന പിള്ളേരുണ്ട്. പക്ഷേ ഈ മ്യൂയിങ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഓവർ എ പീരീഡ് അവർക്ക് ഭയങ്കരമായിട്ട് ജോ ഇഷ്യൂസ് വരുന്നുണ്ട്, ജോ പെയിൻ വരുന്നുണ്ട്, TMJ പെയിൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ മ്യൂയിങ് എന്നൊരു കോൺസെപ്റ്റിനെ വളരെയധികം സയൻറ്റിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അൺസയൻറ്റിഫിക് ആയിട്ട് ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ്. പിന്നെ ഭയങ്കരമായ റിസൾട്ട് ഒന്നുമില്ല, ഒരു റിസൾട്ട് കിട്ടും, ഒരു ഇത്തിരി റിസൾട്ട്. കാരണം ഒരു എക്സസൈസ് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന റിസൾട്ട്, ആൻഡ് ഇറ്റ് ഇസ് ഫെയർ ഇനഫ്. അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടും, ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഈ നമ്മൾ ഒരു നോർമലി ഡയറ്റ് ചെയ്താൽ നമ്മളുടെ ഫേസിനുണ്ടാവുന്ന ആ ഒരു മുഖത്തെ ആ ഒരു മെലിഞ്ഞ ഒരു മുഖം തന്നെയല്ലേ നമുക്ക് ഈ ഫേസ് യോഗ ചെയ്യുമ്പോഴും കിട്ടുന്നത്? അത് രണ്ടും സെയിം ആണ്. അതായത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പ്യുവർലി ഞാൻ ഈ ഡയറ്റ് മാത്രം എന്നൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയല്ല. ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി എന്താണ് സത്യത്തിൽ സംഭവിക്കാന്ന് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ഓൺലി ഫാറ്റ് ലോസ്, മെയിൻലി മസിൽ ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അനാറ്റമി അല്ലെങ്കിൽ മസിൽ ഗ്രോത്തിനെ കുറിച്ചൊക്കെ വളരെ അറിവുള്ളൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനേഴ്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ മസിൽ വോളിയമാണ് കുറയുന്നത്, ഫാറ്റ് ഒരുപാട് കുറയുന്നില്ല. സോ മസിൽ വോളിയം കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകും നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി, നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി മൊത്തത്തിൽ കുറയും. സോ ഫേസ് യോഗ അവിടെ എന്താണ് ചെയ്യുന്നത്, യു ആർ ആക്ച്വലി ടോണിങ് യുവർ മസിൽസ്. നിങ്ങളുടെ മസിലിന് ട്രെയിനിങ് ചെയ്യാണ്. യോഗയിൽ അതാണ് ട്രെയിൻ ചെയ്യാണ്, സ്ട്രെച്ചിങ്ങും അതുപോലെ മസിൽ ടോണിങ് ആണ്. സോ അപ്പോഴെന്താണ്, നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ ഫാറ്റ് ലോസിന്റെ കൂടെ ഭംഗി വെക്കുന്നു. സോ ഒരിക്കലും
ഈ ഒരു ക്രഷ് ഡയറ്റ് എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ വളരെ ശുദ്ധമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് രാധർ യു ഗോ ഫോർ ഫേസ് യോഗ, രാധർ യു ഗോ ഫോർ മസിൽ ട്രെയിനിങ്, രാധർ യു ഗോ ഫോർ എക്സസൈസ്, യോഗ ചെയ്തോളൂ. ഇതൊക്കെ ഇറ്റ്സ് റിയലി ഗുഡ്. നോട്ട് ക്രഷ് ഡയറ്റ്. ഒരിക്കലും വെറും ഡയറ്റിംഗ് മാത്രം പിടിക്കരുത് എന്നുള്ളത്. ഈ കൊളാജനെ കുറിച്ച് നേരത്തെ സംസാരിച്ചല്ലോ. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്കുള്ളൊരു ഡൗട്ടാണ്, എന്താണ് കൊളാജൻ എന്നുള്ളത്. അത് അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞുതരാമോ എന്താണ് കൊളാജൻ എന്നുള്ളത്? കൊളാജൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇപ്പം ആരോഗ്യ ചാനൽ നടത്തുന്നുണ്ട്. സൂര്യ കേട്ടിട്ടുണ്ടാവും. അതായത് PRP ചെയ്യുന്നു, മൈക്രോ നീഡ്ലിംഗ് ചെയ്യുന്നു, ലേസർ ചെയ്യുന്നു, സൗന്ദര്യം വെക്കാൻ, മുടി വെക്കാൻ, കല മാറാൻ. ഇതിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിനെ വേദനിപ്പിച്ചിട്ട് കൊളാജന് ഉണ്ടാക്കുകയാണ്. കൊളാജൻ ഇൻഡക്ഷൻ ആണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. നിയോ കൊളാജനൈസേഷൻ. അതായത് ശരീരത്തിൽ കൊളാജൻ വേണം എന്നുള്ളത്. കൊളാജൻ ഉണ്ടാക്കിയാൽ സൗന്ദര്യം വരും, കൊളാജൻ ഉണ്ടാക്കിയാൽ മുടി വരും, കൊളാജൻ ഉണ്ടാക്കിയാൽ മുറിവ് ഉണങ്ങും, കൊളാജൻ ഉണ്ടാക്കിയാൽ സ്കിൻ നന്നാവും എന്നുള്ളത്. സോ ശരീരത്തിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ കൊളാജൻ. സോ ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ നമ്മളൊരു വയസ്സാവുകയാണ്, നമ്മൾ 30 കഴിഞ്ഞു, നമുക്ക് മെല്ലെ മെല്ലെ നമ്മളുടെ ഏജിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താവുന്നു, നമ്മുടെ കൊളാജൻ ലെവൽ ശരീരത്തിൽ നിന്ന് കുറയുന്നു. സോ കൊളാജൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുമ്പോഴത്തേക്ക് എന്താവുന്നു, നമ്മളുടെ ശരീരം ഡ്രൈ ആവുന്നു, നമ്മുടെ പഴയ ചുടുചുടുപ്പ് മാറുന്നു, നമ്മുടെ സ്കിൻ ഡ്രൈനെസ് വരുന്നു, എലാസ്റ്റിസിറ്റി, പഴയ വെളിഞ്ഞു നിരുന്ന മുഖം മെല്ലെ തൂങ്ങാൻ തുടങ്ങുന്നു, ശരീരഭാഗം കുറയുന്നു, സ്കിന്നിന്റെ ക്വാളിറ്റി കുറയുന്നു, മൊത്തത്തിൽ നമുക്ക് ഏജിങ് പ്രോസസ്സ് വരുന്നു എന്നുള്ളതാണ്. സോ ഈ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ ബെസ്റ്റ് മെത്തേഡ് ഇസ് എക്സസൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ഈസ് എക്സസൈസ്. ബോഡി, അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൊളാജൻ ഇൻഡക്ഷൻ. നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 വയസ്സിലും ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരനെയും വെല്ലുന്ന സൗന്ദര്യമുള്ളവരുണ്ട്. 70കളിലുണ്ട്, 80കളിലുണ്ട്, 60കളിലുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്താം. മമ്മൂക്കയല്ല, മമ്മൂക്ക ഈസ് വൺ എമംഗ് ദം എന്നേ ഉള്ളൂ. മമ്മൂക്കേനെയും കാട്ടിയും വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരുപാട് പേരുണ്ട്. സോ നമുക്ക് അത്ഭുതം വരും അവരുടെ ആ ഒരു സൗന്ദര്യത്തിന്റെ കാരണം. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വെയിറ്റ് ട്രെയിനിങ്. ഈ വെയിറ്റ് ട്രെയിനിങ് എന്താണ്? വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്ക് കൊളാജൻ ഇൻഡക്ഷൻ വരുന്നു. അതുപോലെ നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൊളാജൻ വരുന്നു. ഇനി അല്ല എന്നുള്ളതാണെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ കൊളാജൻ സപ്ലിമെന്റ്. നമ്മൾക്ക് എക്സ്റ്റേണലി കൊടുക്കാൻ പറ്റുന്ന സാധനം ഈ കൊളാജൻ സപ്ലിമെന്റ്. കൊളാജൻ സപ്ലിമെന്റ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഇൻഡക്ഷൻ വരുന്നു. അതായത് എക്സ്റ്റേണൽ സപ്ലിമെന്റിലൂടെ നമുക്ക് കൊളാജൻ വരുന്നു. അപ്പോഴെന്താവുന്നു, നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഈ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന കൊളാജനെ നമ്മൾ സപ്ലിമെന്റിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് എന്താവുന്നു, നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ബൂസ്റ്റ് ആവുന്നു. കൊളാജൻ ബൂസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി തിരിച്ചു വരുന്നു, നമ്മുടെ പ്രായം ആകുന്നത് കുറച്ച് കുറഞ്ഞു വരും. സോ ഇഫ് യു ആസ്ക് മീ, ഡോക്ടർ കൊളാജൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ കഴിക്കാൻ തുടങ്ങി. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് എനിക്ക് അവസാനം റിസർച്ച് ചെയ്തിട്ട് ഞാനൊരു പ്രൊഡക്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രസകരമായ പേരുമാണ് വൈ ടു ഏജ്. എന്തിന് വയസ്സാകുന്നു എന്നുള്ളതാണ്. നല്ല പേരാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി, വൈ ടു ഏജ്. സോ അത് ഞാനിപ്പം ഒരു റീസെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊളാജൻ. മാറ്റങ്ങളൊന്നും വരാനൊന്നും തുടങ്ങിയില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊളാജൻ അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏത് സ്ഥലത്താണിത് നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? മെയിൻലി നമ്മുടെ സ്കിൻ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. ഹൃദയമോ ബ്രെയിനോ ഒന്നുമല്ല, നമ്മുടെ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിന്റെ ഡീപ്പർ ലെയേഴ്സിലുള്ളതാണ് ഈ കൊളാജൻ. ഈ കൊളാജൻ മൊത്തം നമ്മുടെ സ്കിന്നിൽ വേർട്ട് വരുന്നു. അവിടെയാണ് ഇതിനെ ബിൽഡ് ചെയ്യുന്നത്, ഇലാസ്റ്റിസിറ്റിയും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൊളാജൻ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതപ്പോൾ ഏത് വയസ്സ് തൊട്ടാണ് ഒരാൾ എടുക്കാൻ തുടങ്ങേണ്ടത്? ഇത് ഏജിങ് വരുമ്പോൾ എടുക്കേണ്ട ഒരു സപ്ലിമെന്റ്സ് ആണെന്ന് പറയുന്നത്. പ്രായത്തിലൊന്നും ഞാൻ പറയുന്നില്ല, ഒരു എബവ് 35-40 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. 35 ശേഷം സ്റ്റാർട്ട് ചെയ്യാം. സ്ത്രീകളൊക്കെ നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പുരുഷന്മാർക്ക് കുറച്ചും കൂടി അങ്ങോട്ട് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ആഫ്റ്റർ 40-45 അങ്ങ് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. സ്ത്രീകൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം സ്ത്രീകളുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ, ആ പ്രായം വെക്കുന്നതിന്റെ ഒരു ഗ്രേഡിയൻ ഭയങ്കര വ്യത്യാസമാണ് സ്ത്രീയും പുരുഷനും. അതെ, അതിപ്പോൾ നമ്മളൊരു സിനിമാ നടനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വയസ്സുള്ള സിനിമാ നടനും ഒരു 50 വയസ്സുള്ള സിനിമാ നടിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതായത് 50 വയസ്സുള്ള സിനിമാ നടന്റെ അമ്മയായിട്ട് ചിലപ്പോൾ 30-40 വയസ്സുള്ള സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. അതൊരു ഭയങ്കര സങ്കടമാണ്. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താണെന്നറിയില്ല, ദൈവം എല്ലാം സ്ത്രീകൾക്കാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് ഞാൻ ഒരു സ്ത്രീയുടെ കഥ പറയും. ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു സ്ത്രീയാണ്. അവർക്ക് ഏജിങ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അവരുടെ 50കളിലും അല്ലെങ്കിൽ അവരുടെ 50കളിലാണ്. പക്ഷെ 50കളിൽ അവർക്ക് ഒരു 60-65
ചേഞ്ചിൻ്റെ ഒരു ഏജിങ് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവരെ ജിമ്മിൽ പോകാൻ വിടുന്നില്ല, ഓക്കെ. ആഗ്രഹമുണ്ട് വിടുന്നില്ല, നിനക്ക് എന്തിൻ്റെ ആവശ്യമാണ്, ഹസ്ബൻഡ് ചോദിക്കുകയാണ് അതെ നിനക്ക് അതെ. എന്തിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്, അതിൻ്റെ ആവശ്യം എന്താണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അതായത് പുരുഷൻ കത്തി നിൽക്കുന്ന പ്രായമാണ് 40-ലും 50-ലും 55 ഒരു 60 വരെയെങ്കിലും പുരുഷൻ്റെ സൗന്ദര്യം ഇങ്ങനെ കത്തി 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 നിൽക്കും. അതായത് അതിൻ്റെ ഏറ്റവും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ 40 കഴിഞ്ഞാൽ. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. പാവം സ്ത്രീകളുടെ ഭയങ്കരമായിട്ട് കൊളാജൻ ലോസ് ഉണ്ടാവുന്നു, ഇലാസ്റ്റിസിറ്റി ലോസ് ഉണ്ടാവുന്നു. അപ്പം ഞാൻ പറയുന്ന എല്ലാ പുരുഷന്മാരും അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ നിർബന്ധമായിട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ വർക്കൗട്ടിലോട്ട് കൊണ്ടുപോകണം, ജിമ്മിലോട്ട്. അവിടുന്ന് അവർ മസിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രായം ടിക്ക് എന്നോട്ട് കുറയും. വൺ, അവർക്ക് വേണ്ട സപ്ലിമെന്റ്സ്, അവർക്ക് ഇതൊന്നും വേണ്ടെന്നല്ല, അവർക്ക് ഇതൊക്കെ വേണം. പാവം സ്ത്രീകൾക്ക് ഇതൊക്കെ വേണം. അപ്പോൾ ഈ സപ്ലിമെന്റ്സ് ഒക്കെ മാക്സിമം അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അവർ നല്ലൊരു കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ഇതിനെക്കുറിച്ചൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം നോളജ് ഉള്ള ഒരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡാണെങ്കിലും അതുപോലെ എക്സസൈസും അതുപോലെ നല്ല ലൈഫ് സ്റ്റൈലും നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്രേഡിയൻറ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഈ 50 വയസ്സുള്ള നായകന് 30 വയസ്സുള്ള അമ്മയാവുക എന്നുള്ളത്.